നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് നഗരമധ്യത്തിൽ തീപിടുത്തം. ചിന്താവളപ്പ് പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പ്ലാസ്റ്റിക് മാലിന്യത്തിനാണ് തീപിടിച്ചത്. കടലിലെ മത്സ്യസമ്പത്ത് അടിക്കടി കുറഞ്ഞു വരുന്നതിന് കാരണം അശാസ്ത്രീയമായ മത്സ്യബന്ധനമാണെന്ന് കൊയിലാണ്ടി ചോമ്പാല പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. വനത്തിനുള്ളിലെ അധിനിവേശ വൃക്ഷമായ രാക്ഷസ കൊന്നയെ മുറിച്ചുമാറ്റുന്നതിന് ശ്രമദാനത്തിനൊരുങ്ങി രാമകൃഷ്ണ മിഷൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന. സർവീസിൽ നിന്നും വിരമിച്ച തൊഴിലാളി സംഘടനാ നേതാവ് കെ പത്മകുമാറിന് സുഹൃത്ത് സംഘത്തിന്റെ സ്വീകരണം. റഹ്മത്തുള്ള ഖാസിമിയുടെ യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ പുസ്തകം വായനക്കാരിലേക്ക്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് നഗരമധ്യത്തിൽ തീപിടുത്തം. ചിന്താവളപ്പ് പരിസരത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കൂട്ടിയിട്ട പ്ലാസ്റ്റിക് മാലിന്യത്തിനാണ് തീപിടിച്ചത്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഇത്തരം വിഷയങ്ങളിൽ പരിഹാരമാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കോഴിക്കോട് നഗരമധ്യത്തിലെ ചിന്താവളപ്പ് പരിസരത്ത് മാലിന്യ കൂനയ്ക്കാണ് തീപിടിച്ചത്. വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിന് തീപിടിക്കുന്നത് സമീപത്തെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ ഇവിടെ ചില ബിൽഡിങ്ങിലൊക്കെ ഇതുപോലെ തന്നെ ഈ പെറുക്കണ ആൾക്കാർ വന്നിട്ട് ഇവിടെയൊക്കെ കേബിളുണ്ട്. ആ കേബിളൊക്കെ എടുത്തിട്ട് തീയിട്ടിട്ട് ആ ചെമ്പിൻ്റെ കമ്പി ഇതിനുള്ളിൽ കയറും. ചെമ്പിൻ്റെ കമ്പി കംപ്ലീറ്റ് എടുത്ത് ഇവിടെ കംപ്ലീറ്റ് കത്തിക്കലാണ്. ഒരു 9 മണി 10 മണി വരെ ബല് വരുമ്പോഴത്തേക്കൊക്കെ തീയൊക്കെ അണയും. പക്ഷെ ഇത് ഇന്നലെ രാത്രി ആരോ ഇട്ടതാണത്, അല്ല അത്രയും ഇതിൽ കത്തൂല. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് അതിരൂക്ഷമായ പുകയാണ് ഉയർന്നത്. സമീപത്ത് തന്നെ അങ്കനവാടി അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ഈ വേസ്റ്റ് ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. ഇതൊരു വർഷത്തിലധികമായി ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേമാതിരി അതിൻ്റെ അപ്പുറത്തും വേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കൗൺസിലറെ വിളിച്ചിട്ട് നിങ്ങൾ വിളിച്ച സമയത്ത് കൗൺസിലർ വിളിച്ചിട്ടുണ്ട്. കൗൺസിലറോ കോർപ്പറേഷൻ അധികാരികളോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. തൊട്ടടുത്ത് അങ്കനവാടി ഉണ്ട്, സ്കൂളുണ്ട്, പിന്നെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, അനേക വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, ശ്വാസം മുട്ടുണ്ട് എല്ലാവർക്കും. നിരവധി തവണ മാലിന്യമുണ്ടാക്കുന്ന അപകട ഭീഷണിയെക്കുറിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിസരവാസികൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കോർപ്പറേഷൻകാർ അറിഞ്ഞും കൊണ്ട് കോർപ്പറേഷൻകാരിൻ്റെ പണിയൊന്നും എടുക്കുന്നില്ല. അവരൊരു സാധനം ചെയ്യുന്നില്ല. കോർപ്പറേഷൻ പണിക്കാർ തന്നെ ഇവിടെ സാധനം കൊണ്ടിടുന്നതുകൊണ്ട് സംശയം നമുക്കുണ്ട്. രാവിലെ ഈ CCTV ക്യാമറ നോക്കിയാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. ഇതിപ്പോൾ ഒന്നും ഇങ്ങനെ കൂടും, അപ്പോൾ ആരെങ്കിലും തിരിട്ട് കൊടുക്കും. അങ്ങനെ കത്തുന്നത് ഇവിടെ നിൽക്കാനും കഴിയില്ല. ഞങ്ങളിവിടെ മാസ്ക് ഇട്ടിട്ട് നിൽക്കുക. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കടലിലെ മത്സ്യസമ്പത്ത് അടിക്കടി കുറഞ്ഞു വരുന്നതിന് കാരണം അശാസ്ത്രീയമായ മത്സ്യബന്ധനമാണെന്ന് കൊയിലാണ്ടി ചോമ്പാല പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഏകോപന സമിതി. രാത്രിയിലെ ലൈറ്റ് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും പെയർ ട്രോളിംഗും തടയാൻ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലത്തുള്ള അശാസ്ത്രീയമായിട്ടുള്ള മത്സ്യബന്ധനം. അതായത് ഇപ്പം കണ്ടുവരുന്ന രീതി എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ വളരെ ശക്തിയോടുള്ള, അതായത് ഏകദേശം 10 ലക്ഷം രൂപയോളം വില വരുന്ന ലൈറ്റുകൾ ഉപയോഗിച്ച് കടലിൻ്റെ അടിത്തട്ടിൽ ഇറക്കിക്കൊണ്ട് ഈ മത്സ്യങ്ങളെ ആ ലൈറ്റിലേക്ക് ആകർഷിച്ചിട്ട് അതിൻ്റെ സമ്പത്തിനെ പൂർണ്ണമായിട്ടും, അതായത് ചില മത്സ്യങ്ങൾ അതിൻ്റെ പാലുകളിൽ കല്ലുകളിലൊക്കെ ഒളിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് ഭാവിയിൽ പ്രജനനം ലഭിക്കും എന്ന് പറയുന്ന മത്സ്യങ്ങളെ പോലും ഈ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കുക. എന്നിട്ട് ആ മത്സ്യത്തെ എന്ത് ചെയ്യുകയാണ്, പിടിച്ചുകൊണ്ട് വംശത്തെ വരെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള മത്സ്യബന്ധനം പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മംഗലാപുരം കേന്ദ്രീകരിച്ചിട്ടുള്ള ബോട്ടുകളാണ്. 65 വർഷങ്ങൾക്ക് ശേഷം മത്സ്യസമ്പത്ത് ഇത്രയും കുറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്നും ഇതിന് പ്രധാന കാരണം അശാസ്ത്രീയമായുള്ള മത്സ്യബന്ധനവും രാത്രികാലങ്ങളിൽ അടിത്തട്ടിൽ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുന്നതും
വലിയ ബോട്ടുകാരുടെ ഡബിൾ നെറ്റ് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവുമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അടിയന്തരമായി പരിഹരിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ജില്ലാ കളക്ടർക്കും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ, കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ് എന്നിവർക്കും പരാതി നൽകിയതായും കൊയിലാണ്ടി ചോമ്പാല പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഏകോപന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണെണ്ണ സബ്സിഡി ലഭിക്കാത്തത്, മത്സ്യയാനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചത്, മത്സ്യത്തൊഴിലാളികൾക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയിരുന്ന ഭവന പദ്ധതികൾ നിർത്തലാക്കിയത്, മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സമ്പാദ്യ സമാശ്വാസ പദ്ധതിയും തണൽ പദ്ധതിയും ലഭിക്കാത്തത്, മത്സ്യത്തൊഴിലാളികൾക്ക് ലോൺ കിട്ടാത്തത് തുടങ്ങിയവയും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ KP മണി, വൈശാഖ് KK, സുമേഷ് AP, ഹരിദാസൻ CP, ആലി CV തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മനുഷ്യമൃഗ സംഘർഷത്തിന് ഇടയാക്കുന്ന വനത്തിനുള്ളിലെ അധിനിവേശ വൃക്ഷമായ രാക്ഷസ കൊന്നയെ ശാസ്ത്രീയമായി മുറിച്ചുമാറ്റുന്നതിന് ശ്രമദാനത്തിനിറങ്ങുകയാണ് രാമകൃഷ്ണ മിഷൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ പൃഥ്വി റൂട്ട്സ്. ഇതിനായി ദർശനം ഗ്രന്ഥശാല പൃഥ്വി റൂട്ട്സിന് യന്ത്രവാൾ കൈമാറി. വനവിസ്തൃതി കൂട്ടുന്നതിന് വനം വകുപ്പ് വെച്ചുപിടിപ്പിച്ച കൊന്നവർഗത്തിൽപ്പെട്ട ഈ വൃക്ഷം വളർന്നതോടുകൂടി സ്വാഭാവിക അടിക്കാടുകൾ ആകെ നശിപ്പിക്കപ്പെട്ടു. മുള, ഈറ്റ, പുൽവർഗ്ഗങ്ങൾ എന്നിവ നശിച്ചതോടെ ആനകളും മാനുകളും കാട്ടുപോത്തുകളും കൂട്ടത്തോടെ ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി. അതിവേഗം പടർന്നു വളരുന്ന ഈ വൃക്ഷത്തിന്റെ വ്യാപനം തടയുന്നതിനുള്ള ശാസ്ത്രീയ പരിഹാരം തേടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമാകാൻ പീച്ചിയിലെ വന ഗവേഷണ കേന്ദ്രം, കോഴിക്കോട് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് തുടങ്ങിയവർ രംഗത്തുണ്ട്. അവശേഷിക്കുന്ന തൊലിയിൽ നിന്ന് പോലും പുതിയ തൈകൾ വളരുന്നു എന്ന കണ്ടെത്തലിന് കൂടി പരിഹാരം തേടിയാണ് പൃഥ്വി റൂട്ട്സ് ശ്രമദാനത്തിന് ഇറങ്ങുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമാകാൻ കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി ഗ്രന്ഥശാല യന്ത്രവാൾ സമ്മാനിച്ചു. പിഴുതു മാറ്റി അവിടെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിൽ നിന്ന് മുളകൾ പൊട്ടിമുളയ്ക്കുന്ന ഒരു വലിയ പ്രതിഭാസമുണ്ട്. അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് പൃഥ്വിയിൽ നിന്നും പഠിച്ചു പോയ യുവനിര അതിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു പിന്തുണ നൽകേണ്ടതുണ്ട് ഒരു പരിസ്ഥിതി സംഘടനയ്ക്ക് എന്ന അറിവിൽ നിന്നാണ് ഞങ്ങൾ ഈ പദ്ധതിയിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്. അവർ അത് വയനാടൻ കാടുകളിൽ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി വനത്തിനുള്ളിൽ നിന്ന് ആ വൃക്ഷത്തെ വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള യന്ത്രവാളാണ് ഞങ്ങൾ കൈമാറിയത്. നിരവധി സംഘടനകൾ, വയനാട്ടിൽ തന്നെയുള്ള നിരവധി സംഘടനകൾ പിന്നാലെ ഇതിൻ്റെ പുറകെ വന്ന് അവരെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഗ്രന്ഥശാല MN സത്യാർത്ഥി ഹാളിൽ ദർശനം ചെയർമാൻ K. കുഞ്ഞാലി സഹീറിൽ നിന്നും പൃഥ്വി റൂട്ട്സ് പ്രതിനിധികളായ PV മഹേഷ്, K. പ്രണവ്, P. അഭിജിത്ത് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. പറമ്പിക്കുളം ടൈഗർ റിസർവ് മുൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നമ്പ്യാരത്ത് ബാബു, ദർശനം പ്രതിനിധികളായ PT സന്തോഷ് കുമാർ, CH സജീവ് കുമാർ, P. ദീപേഷ് കുമാർ, E. സോമൻ, ദർശനം കാർഷിക വേദി കൺവീനർ ബെന്നി അലക്സാണ്ടർ, ലൈബ്രറിയന്മാരായ V. വിലാസിനി, V. ജുലൈല എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി MA ജോൺസൺ, PV മഹേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം കാണാം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ വരുന്ന മെയ് 10 മുതൽ നിങ്ങൾ എല്ലാവരും കുടുംബത്തോടൊപ്പം സ്വപ്ന നഗരിയിലുള്ള കാലിക്കറ്റ് ട്രേഡ് സെന്ററിലേക്ക് വരണം. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിനടിയിലൂടെ നടന്ന് കടലിലെ വർണ്ണവിസ്മയ കാഴ്ചകൾ കാണാനും ഒരു ചില്ല് ജാലകത്തിൽ മത്സ്യങ്ങളോടൊപ്പം മനുഷ്യനും നീന്തി തുടിക്കുന്ന അത്ഭുത കാഴ്ചകൾ കാണാനും മെറൈൻ വേൾഡ് ഇൻ ദ സീ. 10 കോടി രൂപ ചെലവിൽ മെറൈൻ വേൾഡ് ഒരുക്കുന്നു ഡബിൾ ഡെക്കർ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൽ ഒരു ചില്ല് ജാലകത്തിൽ മനുഷ്യനും മത്സ്യങ്ങളും പ്രണയിക്കുന്നത് കാണാം. ആഴക്കടലിലെ ചെകുത്താൻ ആംഗ്ലർ ഫിഷ് നെറ്റിയിൽ ടോർച്ചുമായി നിങ്ങളെ വിഴുങ്ങാൻ കാലിക്കറ്റ് ട്രേഡ് സെന്റർ സ്വപ്ന നഗരിയിൽ. അപ്പൊ മറക്കണ്ട, മെയ് 10 തീയതി 5 മണിക്ക് ഞാനും ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും കുടുംബത്തോടൊപ്പം വരും. മെറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം, കാലിക്കറ്റ് ട്രേഡ് സെന്റർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സർവീസിൽ നിന്നും വിരമിച്ച K. പത്മകുമാറിന് സുഹൃത്ത് സംഘത്തിന്റെ സ്വീകരണം.
മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. DCC, KPCC അംഗങ്ങളും വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് സംസ്ഥാന പ്രസിഡന്റ്, EPF സ്റ്റാഫ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ സാലറീഡ് എംപ്ലോയീസ് ആൻഡ് പ്രൊഫഷണൽ വർക്കേഴ്സ് ഫെഡറേഷൻ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവും സംസ്ഥാന വൈസ് പ്രസിഡന്റും, ആക്റ്റീവ് കോഴിക്കോടിന്റെ പ്രസിഡന്റ്, കേന്ദ്രീയ വിദ്യാലയ PTA പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ അലങ്കരിച്ച വ്യക്തിയാണ് K. പത്മകുമാർ. സർവീസിൽ നിന്നും വിരമിച്ച K. പത്മകുമാറിന് സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണമൊരുക്കിയത്. സ്വീകരണ പരിപാടി മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീമാൻ പത്മകുമാർ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം സാമൂതിരി ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു. അവിടെ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഗുരുവായൂരപ്പൻ കോളേജിൽ പോയ ശേഷം ആ ഗുരുവായൂരപ്പൻ കോളേജിലെ KSU പ്രവർത്തനത്തിന് ഒരു മുന്നണി പോരാളിയായിട്ട് എല്ലാ സമരമുഖങ്ങളിലും നമ്മളൊക്കെ തന്നെ അന്ന് കണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീമാൻ പത്മകുമാർ. അദ്ദേഹം ആ കാലത്ത് തന്നെയാണ് നമ്മുടെ ജില്ലാ KSUവിന്റെ നിർവാഹക സമിതിയിലൊക്കെ തന്നെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചത്. എല്ലാം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിലേക്ക് 1988 കാലത്ത് അദ്ദേഹം ഡൽഹിയിലെത്തുന്നത്. ഇവിടെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആദ്യമായി നിയമനം കിട്ടിയത് ആഭ്യന്തര മന്ത്രാലയത്തിലാണ്. ചെയർമാൻ ഡോക്ടർ MP പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ MK ബീരാൻ, വർക്കിംഗ് ചെയർമാൻ MP രാമകൃഷ്ണൻ, മുൻ KPCC സെക്രട്ടറി NK അബ്ദുറഹിമാൻ, INTUC ദേശീയ പ്രവർത്തക സമിതി അംഗം അഡ്വക്കേറ്റ് M രാജൻ, DCC ജനറൽ സെക്രട്ടറി PM അബ്ദുറഹിമാൻ, കൗൺസിലർ അൽഫോൺസ മാത്യു തുടങ്ങിയവരും മറ്റ് സംഘടനാ നേതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റഹ്മത്തുള്ള ഖാസിമിയുടെ യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ടൗൺ ഹാളിൽ വെച്ച് ഗ്രന്ഥകാരൻ തന്നെയാണ് പുസ്തകം പുറത്തിറക്കിയത്. ലോകാവസാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് പുസ്തകം. ലോകാവസാനത്തോടനുബന്ധിച്ച് യൂഫ്രട്ടീസിൽ സ്വർണ്ണമലകൾ ഉയർന്നു വരുമെന്നും മനുഷ്യരാശിയുടെ സ്വൈരജീവിതവും സംശുദ്ധമായ ഒഴുക്കും അതോടെ അവസാനിക്കുമെന്നും മനുഷ്യ സമൂഹത്തിന്റെ ശാന്തിയും സമാധാനവും ആത്മീയമായ വിശുദ്ധിയും സാമൂഹിക നീതിയും ആ സ്വർണ്ണമലകൾ നഷ്ടപ്പെടുത്തി കളയുമെന്നുമുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വചനത്തെ മുൻനിർത്തി രചിക്കപ്പെട്ടതാണ് യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന ഗ്രന്ഥമെന്ന് ഗ്രന്ഥകാരൻ പറയുന്നു. ഇന്ന് മാനവരാശി അനുഭവിക്കുന്ന ഭയാശങ്കകളുടെയും ഒന്നിനു പിറകെ ഒന്നായി വ്യാപിക്കുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അത്യുഷ്ണം എന്നിവയുടെയുമെല്ലാം അടിസ്ഥാന കാരണം ഈ സ്വർണ്ണമലകൾ മാത്രമാണെന്നാണ് പുസ്തകത്തിലൂടെ ഗ്രന്ഥകാരൻ റഹ്മത്തുള്ള ഖാസിമി പറയുന്നത്. മരിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം 12,000 ദിർഹം കൊടുത്തയച്ച ഉമർ ഇബ്നു ഖത്താബ് നബിയുടെ ഭാര്യമാർക്ക് ഖജനാവിന് 12,000 ദിർഹം കൊടുത്തയച്ചു. ചില്ലറ ദിവസം കഴിഞ്ഞ് സൈനബ് മരിച്ചു. വീട്ടിൽ കയറി നോക്കുമ്പോൾ ഒരു പൈസ ഇല്ല. സൈനബ് കഴിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? എത്ര തലേ ദിവസം ചില്ലറ ദിവസങ്ങൾ കൊണ്ട് കൊടുത്തയച്ചു 12,000 ദിർഹം. ആര്? ഖലീഫ. ചില്ലറ ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ആര്? സൈനബ് ബിൻത് ജഹ്ഷ്. പൊരേ നോക്കുമ്പോൾ ഒരു സ്വർണ്ണമില്ല, ഒരു നാണയമില്ല. എന്തേ? ഇപ്പോൾ അലി വ്യാഖ്യാനിച്ചപ്പോൾ ആർക്ക് പേച്ചു? സ്വഹാബികൾ പേച്ചു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പേച്ചു, ആയിഷ ബീവി പേച്ചു. അപ്പോൾ അതിന്റെ കേവലം ലിറ്റററി മീനിങ്ങിലൂടെ പോയാൽ കുലാൻ പറയുന്ന പണ്ഡിതൻ അയാളെപ്പോലെ പേച്ചാൽ വേറെ. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രന്ഥകാരൻ റഹ്മത്തുള്ള ഖാസിമി പുസ്തകം പുറത്തിറക്കി. അദ്ദേഹത്തിന്റെ ലോകാവസാനത്തെക്കുറിച്ചുള്ള പുസ്തക പരമ്പരയിലെ ആദ്യ പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ മഹാസമാധി ശതാബ്ദി ആചരണം ചാലപ്പുറം കേസരി ഭവനിൽ നടന്നു. കേസരി സബ് എഡിറ്റർ ഹരികൃഷ്ണൻ ഹരിദാസ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന വിഷയത്തിൽ സംസാരിച്ചു. വേദാന്തത്തിന്റെ ആധ്യാത്മിക അടിത്തറയിൽ കേരളീയ നവോത്ഥാനത്തിന് രൂപം കൊടുത്ത ശ്രീമദ് ചട്ടമ്പി സ്വാമികളുടെ സംഭാവനകൾ ആധ്യാത്മിക മേഖലയിൽ മാത്രമായിരുന്നില്ല. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അവഗാഹം വെളിവാക്കുന്ന കൃതികളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
കാലഹരണപ്പെട്ടുവോ എന്ന് സംശയിക്കുന്ന വിഷവൈദ്യം മുതൽ സാമൂഹിക പ്രസക്തിയുള്ള സ്ത്രീ സമത്വവാദവും ഭാഷാശാസ്ത്ര പഠനവും എല്ലാമായി പരന്നുകിടക്കുന്ന വിഷയങ്ങളിൽ സ്വാമികളുടെ അഭിപ്രായങ്ങളും ഉൾക്കാഴ്ചകളും നാം പഠന വിഷയമാക്കേണ്ടതുണ്ട്. 1924 മെയ് 5 അദ്ദേഹത്തിന്റെ മഹാസമാധി. യുഗപ്രഭാവനായ ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധിയുടെ 100ാം വാർഷികം കോഴിക്കോട്ട് ആചരിച്ചു. ചാലപ്പുറം കേസരി ഭവനിൽ നടന്ന ചടങ്ങിൽ കേസരി സബ് എഡിറ്റർ ഹരികൃഷ്ണൻ ഹരിദാസ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. അദ്ദേഹം കല്ലടക്കുറിശ്ശിയിൽ സ്വാമിയെ കൊണ്ടുപോയി 5 വർഷത്തോളം ഗുരുകുല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യിച്ചു. അക്കാലത്ത് വേദാംഗങ്ങൾ, വേദാന്തം, സംഗീതമൊക്കെ അദ്ദേഹം അവിടെയും അഭ്യസിച്ചു. കാരണം മുത്തുസ്വാമി ദീക്ഷിതരുടെ പരമ്പരയിൽപ്പെട്ട ഒരു സംഗീത ശാഖ അവിടെ ഉണ്ട്. അവിടെ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരിക്കണമെന്നാണ് അനുമാനിക്കുന്നത്. കൂടാതെ തമിഴ് ശൈവ സിദ്ധാന്തം വളരെ അഗാധമായ ആഴത്തിൽ പഠിക്കുവാൻ ആ കാലത്ത് കുഞ്ഞമ്പിള്ളയ്ക്ക് സാധിച്ചു. ഈ സുബ്ബാജടാപാടിയുടെ കീഴിൽ വേദാന്തം, തമിഴ് ഗ്രന്ഥങ്ങൾ ഇതെല്ലാം 5 വർഷം അദ്ദേഹം വ്യാകരണം പഠിച്ചു. വ്യാകരണം പഠിച്ചത് ഒരു അപ്പാത്തിരി അയ്യർ എന്ന് പറഞ്ഞൊരു പണ്ഡിതനിൽ നിന്ന് അവിടുന്ന് പഠിച്ചത്. പിന്നെ മധുരൈ കുപ്പാചാര്യർ എന്ന് പറഞ്ഞൊരു മഹാത്മാവിൽ നിന്ന് അദ്ദേഹം കുറച്ച് വേദാന്ത കൃതികളും ഒക്കെ പഠിച്ചു. പിന്നെ വളരെ പ്രശസ്തനായ കൊടകനല്ലൂർ സുന്ദരസ്വാമികൾ എന്നൊരു അവധൂതൻ, അദ്ദേഹത്തെ അന്നത്തെ ശൃംഗേരി ശങ്കരാചാര്യർ പോലും മഹാത്മാവെന്ന് വിശേഷിപ്പിച്ച കൊടകനല്ലൂർ സുന്ദരസ്വാമികളെ കാണാനും സുന്ദരസ്വാമികളിലൂടെ തീർത്ഥാടനം ചെയ്യുവാനും ഒക്കെ കുഞ്ഞമ്പിള്ളയ്ക്ക് ആ കാലത്ത് സാധിച്ചു. കാര്യദർശി അഡ്വക്കേറ്റ് വി ജി മോഹൻകുമാർ, ഡോക്ടർ PC മധുരാജ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ വരുന്ന മെയ് 10 മുതൽ നിങ്ങൾ എല്ലാവരും കുടുംബത്തോടൊപ്പം സ്വപ്ന നഗരിയിലുള്ള കാലിക്കറ്റ് ട്രേഡ് സെന്ററിലേക്ക് വരണം. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിനടിയിലൂടെ നടന്ന് കടലിലെ വർണ്ണവിസ്മയ കാഴ്ചകൾ കാണാനും ഒരു ചില്ല് ജാലകത്തിൽ മത്സ്യങ്ങളോടൊപ്പം മനുഷ്യനും നീന്തി തുടിക്കുന്ന അത്ഭുത കാഴ്ചകൾ കാണാനും മെറൈൻ വേൾഡ് ഇൻ ദ സീ. 10 കോടി രൂപ ചെലവിൽ മെറൈൻ വേൾഡ് ഒരുക്കുന്നു ഡബിൾ ഡക്കർ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൽ ഒരു ചില്ല് ജാലകത്തിൽ മനുഷ്യനും മത്സ്യങ്ങളും പ്രണയിക്കുന്നത് കാണാം. ആഴക്കടലിലെ ചെകുത്താൻ ആംഗ്ലർ ഫിഷ് നെറ്റിയിൽ ടോർച്ചുമായി നിങ്ങളെ വിഴുങ്ങാൻ കാലിക്കറ്റ് ട്രേഡ് സെന്റർ സ്വപ്ന നഗരിയിൽ. അപ്പൊ മറക്കണ്ട, മെയ് 10 തീയതി 5 മണിക്ക് ഞാനും ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും കുടുംബത്തോടൊപ്പം വരും. മെറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം, കാലിക്കറ്റ് ട്രേഡ് സെന്റർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ JCI ആദരിക്കുന്നു. മെയ് 14, 15 തീയതികളിൽ നളന്ദ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. രജിസ്ട്രേഷനായി കുട്ടികൾ റിസൾട്ടിന്റെ കോപ്പി 8304070785 എന്ന നമ്പറിൽ അയക്കണം. SSLC കുട്ടികൾക്ക് 14-ാം തീയതി, +2 കുട്ടികൾക്ക് നമ്മുടെ 15-ാം തീയതി മെയ് 14-15 നമ്മുടെ നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം വരുന്നത്. രാവിലെ 8:30 മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു 9-9:30 ആകുമ്പോഴത്തേക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ നിയർലി 1000 പേരോളം കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷവും നല്ലൊരു ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു. മെയ് 14, 15 തീയതികളിൽ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക. രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന പരിപാടിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ കുട്ടികളുടെ റിസൾട്ട് കോപ്പി 8304070785 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം ഭക്തി നിർഭരമായി. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകളുടെ ഭാഗമായാണ് പൊങ്കാല വഴിപാട് നടന്നത്. നിരവധി ഭക്തർ പങ്കെടുത്തു. പുത്തൻ കലങ്ങളിൽ തിളച്ചു മറയുന്ന പൊങ്കാല നിവേദ്യം. ദേവിക്കുള്ള പ്രധാന വഴിപാട് സമർപ്പണമാണിത്. ബേപ്പൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായാണ് സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി സ്ത്രീകൾ പൊങ്കാലയിട്ടത്. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകളിൽ ഉഷപൂജയ്ക്ക് ശേഷം ക്ഷേത്രാങ്കണം പൊങ്കാല സമർപ്പണത്തിനായി ഒരുങ്ങി.
നിരവധി ഭക്തർ വ്രതാനുഷ്ഠാനങ്ങളോടെ പൊങ്കാലയിട്ടു. തുടർന്ന് പ്രതിഷ്ഠാദിന പൂജകൾ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൊങ്കാലയും പ്രതിഷ്ഠാദിന പൂജയും നടന്നത്. പരിപാടികൾക്ക് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അവധിക്കാല ക്യാമ്പായ ഫൻഡാസ് മിൻഡ സീസൺ 2 സമാപിച്ചു. നാടക ശില്പശാലയും കവിതാ ക്യാമ്പും ക്രാഫ്റ്റ് പരിശീലനവും നാടൻ പാട്ടുമെല്ലാം ചേർന്ന് കുട്ടികൾക്ക് സന്തോഷവും ഉത്സാഹവും നൽകുന്നതായിരുന്നു പരിപാടി. 3 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിന്റെ 1ാം ദിനം നവീൻ രാജ് നാടക ശില്പശാല നയിച്ചു. 2ാം ദിവസം സന്ദീപ് എസ് ബാബു നയിച്ച ശില്പകലാ പരിശീലനവും 3ാം ദിവസം രഘുനാഥൻ കൊളത്തൂരിന്റെ നേതൃത്വത്തിൽ കഥയോരം ചേരാം കവിതാ ക്യാമ്പും ബേഷ്കല ടീച്ചർ നയിച്ച ക്രാഫ്റ്റ് പരിശീലനവും KT ഗോപാലൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നാടൻ പാട്ടും നടന്നു. കുട്ടികൾക്ക് നവ്യാനുഭവമായിരുന്നു ഇത്തരം പരിപാടികൾ. ഇനിയും ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കണമെന്നും കുട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ക്യാമ്പ് നാടക പ്രവർത്തകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ നവീൻ രാജ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് അഫ്സൽ കോണിക്കൽ, അധ്യാപകരായ നിഷ, ഹരികൃഷ്ണ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് നഗരമധ്യത്തിൽ തീപിടുത്തം. ചിന്താവളപ്പ് പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പ്ലാസ്റ്റിക് മാലിന്യത്തിനാണ് തീപിടിച്ചത്. കടലിലെ മത്സ്യസമ്പത്ത് അടിക്കടി കുറഞ്ഞു വരുന്നതിന് കാരണം അശാസ്ത്രീയമായ മത്സ്യബന്ധനമാണെന്ന് കൊയിലാണ്ടി ചോമ്പാല പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. വനത്തിനുള്ളിലെ അധിനിവേശ വൃക്ഷമായ രാക്ഷസ കൊന്നയെ മുറിച്ചുമാറ്റുന്നതിന് ശ്രമദാനത്തിനൊരുങ്ങി രാമകൃഷ്ണ മിഷൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന. സർവീസിൽ നിന്നും വിരമിച്ച തൊഴിലാളി സംഘടനാ നേതാവ് K പത്മകുമാറിന് സുഹൃത്ത് സംഘത്തിന്റെ സ്വീകരണം. റഹ്മത്തുല്ല ഖാസിമിയുടെ യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ പുസ്തകം വായനക്കാരിലേക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.